കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങ് നടന്ന വേദിക്ക് സമാന്തരമായി ദേശീയ പതാക ഉയർത്തി ബിജെപിയുടെ നടപടി സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രതയെ അപമാനിക്കുന്നതാണെന്ന് മന്ത്രി OJ ജനീഷ്. വെല്ലുവിളിയെന്ന DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സ്കൂളുകളിലെ ഓണാഘോഷ ദിവസമായ 21-ന് നടത്താനിരുന്ന 8ാം ക്ലാസ് പരീക്ഷ മാറ്റി. പരീക്ഷ ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 1-ന് നടത്തും. ഇരിഞ്ഞാലക്കുട ITU ബാങ്ക് നിക്ഷേപക കൂട്ടായ്മ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മാധ്യമപ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. ലക്ഷങ്ങളുടെ കടബാധ്യതയെന്ന് നടത്തിപ്പുകാർ. നഷ്ടം സഹിച്ച് ഹോട്ടൽ തുറന്നു പ്രവർത്തിപ്പിക്കാനാവില്ലെന്ന് നഗരസഭയെ അറിയിച്ചു. മുള്ളൂർക്കര വാഴക്കോട് വീണ്ടും കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി OJ ജനീഷ് ദേശീയ പതാക ഉയർത്തി. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സാമൂഹ്യ അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ളവ കോട്ടകെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനം കേവലം ആഘോഷത്തിന്റെ ദിനമല്ല, മറിച്ച് അതൊരു ഓർമ്മപ്പെടുത്തലിന്റെ ദിനമാണ്. ഏത് ഭീകരമായ അടിച്ചമർത്തലുകൾക്കും അടക്കി വെക്കാൻ കഴിയാത്ത പ്രതിരോധങ്ങൾ തീർത്ത് ഇന്ത്യയെ വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഉജ്ജ്വല സ്മരണകളാൽ അഭിമാനം തോന്നേണ്ട ദിനം കൂടിയാണ് ഇന്ന്. സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന ആത്മപരിശോധനയ്ക്കുള്ള സമയം കൂടിയാണ് ഇത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിർവചിക്കാൻ കഴിയില്ല. സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യമില്ലാതെ ഒരു രാഷ്ട്രത്തിനും നിലനിൽപ്പില്ല. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും സമ്പത്തിന്റെയും പേരിലുള്ള വിവേചനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിത്. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ളവ കോട്ടകെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നാം ഏറ്റെടുക്കണം. സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC തുടങ്ങിയ 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. വിയൂർ SHO KM മഹേഷ് കുമാർ ആയിരുന്നു പരേഡ് കമാൻഡർ. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, MLA രാജൻ പല്ലൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, തൃശൂർ റൂറൽ SP മുഹമ്മദ് നദീമുദ്ദീൻ, ADM M സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ സായുധ സേനാ പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച സ്ഥാപനങ്ങൾക്കുള്ള റോളിംഗ് ട്രോഫി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും 24 കേരള ബറ്റാലിയൻ NCC തൃശൂരിനും മന്ത്രി സമ്മാനിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത്. പരേഡിൽ സർവീസ് പ്ലാറ്റൂൺ വിഭാഗത്തിൽ KP ബെന്നി നയിച്ച DHQ പ്ലാറ്റൂൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സീനിയർ NCC ബോയ്സ് പ്ലാറ്റൂൺ വിഭാഗത്തിൽ അളഗപ്പനഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിലെ ആബേൽ ജോജോ നയിച്ച 24ാം നമ്പർ NCC സീനിയർ ബോയ്സ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. സീനിയർ NCC ഗേൾസ് വിഭാഗത്തിൽ സെന്റ് തോമസ് കോളേജിലെ കൃപ പൗലോസ് നയിച്ച 23ാം നമ്പർ NCC പ്ലാറ്റൂൺ 1ാം സ്ഥാനം നേടി. ജൂനിയർ NCC വിഭാഗത്തിൽ സെന്റ് തോമസ് ഹൈസ്കൂളിലെ കേഡറ്റ് ഇഷാൻ കൃഷ്ണ നയിച്ച NCC പ്ലാറ്റൂൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങ് നടന്ന വേദിക്ക് സമീപം സമാന്തര സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ച് BJP. തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിലാണ് സമാന്തര സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടത്തിയത്. വന്ദേമാതരം ആലപിച്ചായിരുന്നു ദേശീയ പതാക ഉയർത്തിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. സർക്കാർ പരിപാടിയിൽ നിന്ന് വന്ദേമാതരം ഒഴിവാക്കിയത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയാണെന്ന് അനീഷ് കുമാർ പറഞ്ഞു. തീർച്ചയായിട്ടും വന്ദേമാതര ഗാനത്തോടും ഈ രാജ്യത്തിൻ്റെ
നിയമവ്യവസ്ഥയോടും പാർലമെൻറ്റിനോടുള്ള അനാദരവാണ് കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം ദിനത്തിൽ വന്ദേമാതൃഗാനത്തിൻ്റെ 150ാം വാർഷികം കൂടിയാണ്. അതുകൊണ്ട് ഈ വർഷം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതൃഗാനം പൂർണ്ണമായിട്ട് ആലപിക്കണമെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി തീരുമാനമെടുത്തൊരു കാര്യമാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് തീരുമാനിച്ചൊരു കാര്യം അവിടെ ഒരു വിയോജിപ്പും കൂടാതെ അത് പാസ്സാക്കാൻ സഹകരിച്ച കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ, ഈ കേരളത്തിൽ മാത്രം വന്ദേമാതൃഗാനം പാടുന്നില്ല എന്നുള്ളത് തീർത്തും അനാദരവാണ്. വന്ദേമാതൃഗാനത്തോടുള്ള അനാദരവ് മാത്രമല്ല, നമ്മുടെ പാർലമെൻറ്റിനോടും നമ്മുടെ നിയമവ്യവസ്ഥയോടുമുള്ള അനാദരവും വെല്ലുവിളിയാണ് ഈ സംസ്ഥാന സർക്കാർ പുലർത്തിയിട്ടുള്ളത്. ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങ് നടന്ന വേദിക്ക് സമാന്തരമായി BJP ദേശീയ പതാക ഉയർത്തിയതിനെ വിമർശിച്ച് മന്ത്രി OJ ജനീഷ്. BJPയുടെ നടപടി സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രതയെ അപമാനിക്കുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. BJPക്ക് ഈ ദിനത്തിൽ പ്രത്യേകിച്ച് പങ്കില്ലാത്തതുകൊണ്ടാകാം പ്രതിഷേധ ദിനമായി അവർക്ക് തോന്നുന്നത്. വന്ദേമാതരം തെറ്റായി ചെല്ലാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നും മന്ത്രി പറഞ്ഞു. BJPക്ക് സ്വാഭാവികമായും ഈ ദിനത്തെ സംബന്ധിച്ച് വലിയ അധ്വാനത്തിൻ്റെ പങ്കില്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കാം അവർക്കിതൊരു പ്രതിഷേധ ദിനമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ വന്ദേമാതരം ആലപിക്കുന്നത് അവിടെ മുഴുവനായി ആലപിച്ചു, അതിൽ തെറ്റില്ല. പക്ഷേ അത് തെറ്റിക്കാതെ ആലപിക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ BJP ഇന്ന് നടത്തിയ പ്രവർത്തനം സത്യത്തിൽ ഈ സ്വാതന്ത്ര്യദിനത്തെ അപമാനിക്കുന്നതിന് തുല്യമായൊരു പ്രവർത്തനമാണ്. അത് മോശമായിപ്പോയി. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടന്ന വേദിക്ക് സമാന്തരമായി BJP ദേശീയ പതാക ഉയർത്തിയത് അപലപനീയമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. BJPയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യദിനത്തെ തെരഞ്ഞെടുത്തത് ദുരുദ്ദേശപരമാണ്. ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ് നടപടി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം നടത്താൻ പാടില്ലാത്തിടത്താണ് BJP പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് BJP നടത്തിയത് എന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നും DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. സ്കൂളുകളിലെ ഓണാഘോഷ ദിവസമായ 21-ന് നടത്താനിരുന്ന 8ാം ക്ലാസ് പരീക്ഷ മാറ്റി. പരീക്ഷ ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 1-ന് നടത്തും. പരീക്ഷ മാറ്റണമെന്നാവശ്യപ്പെട്ട് ചില സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ മാറ്റിക്കൊണ്ട് ഉത്തരവിട്ടത്. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ITU ബാങ്ക് നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ശേഷമാണ് നിക്ഷേപക കൂട്ടായ്മ ദേശീയ പതാകകളുമായി നഗരസഭയിൽ നിവേദനം നൽകാൻ റാലിയായി എത്തിയത്. പാർക്കിന് സമീപം CIയുടെ നേതൃത്വത്തിൽ പോലീസ് റാലി തടഞ്ഞു. സ്ത്രീകളും വയോധികരുമടക്കം നൂറുകണക്കിന് പേരാണ് റാലിയിൽ ഉണ്ടായിരുന്നത്. നിവേദനം നൽകി തിരികെ മടങ്ങിയ നിക്ഷേപകർക്ക് നേരെ നഗരസഭാ കവാടത്തിൽ നിന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ കൂകി വിളിക്കുകയും പ്രകോപനപരമായി സംസാരിക്കുകയും ചെയ്തു. ഇത് പകർത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റ ശ്രമം നടത്തിയത്. തുടർന്ന് പോലീസ് എത്തിയാണ് സംഘർഷം ഒഴിവാക്കിയത്. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. സാമ്പത്തിക പ്രതിസന്ധിയാണ് അടച്ചുപൂട്ടലിന് കാരണം. വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ മുഖേനയാണ് ജനകീയ ഹോട്ടൽ സംസ്ഥാനത്ത് വ്യാപകമാക്കിയത്. തുടക്കത്തിൽ 20 രൂപയ്ക്കാണ് ഊണ് നൽകിയിരുന്നത്. ഒരു ഊണിന് 10 രൂപ സർക്കാർ സബ്സിഡിയും നൽകിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളാണ് കെട്ടിടം, വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടത്. എന്നാൽ ഗുരുവായൂരിൽ ഇത് ബാധകമായിരുന്നില്ല എന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. 2023 ഓഗസ്റ്റ് മുതൽ ഊണിനുള്ള സർക്കാർ സബ്സിഡി ഒഴിവാക്കിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും നിരക്ക് 30 രൂപയായി ഉയർത്തി. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതായതോടെ സംസ്ഥാന വ്യാപകമായി ജനകീയ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. എന്നാൽ ഗുരുവായൂരിലെ ഹോട്ടൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 1 മാസത്തോളമായി ഇതും പ്രവർത്തിക്കുന്നില്ല. ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ 30 രൂപയ്ക്ക് ഊണ് നൽകി ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നടത്തിപ്പുകാർ.
പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ ഊണിന് 100 രൂപ വാങ്ങിക്കുമ്പോൾ ഇവിടെ 50 രൂപയെങ്കിലും ഈടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നഗരസഭ ഇക്കാര്യം അംഗീകരിക്കാതായതോടെയാണ് ഹോട്ടൽ പൂട്ടിയത്. ഹോട്ടൽ തുറക്കാതായതോടെ കഴിഞ്ഞ ദിവസം നഗരസഭ കുടുംബശ്രീ അംഗങ്ങളെ വിളിച്ചുവരുത്തി ചർച്ച നടത്തിയിരുന്നു. എന്ത് നഷ്ടം സഹിച്ചും ജനകീയ ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നഗരസഭ മുന്നോട്ട് വച്ചത്. കടബാധ്യത വർദ്ധിക്കുകയും ചെലവുകൾ നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിലാകുകയും ചെയ്തതോടെ ഇനിയൊരു പരീക്ഷണത്തിന് തയ്യാറല്ലെന്ന നിലപാടിലാണ് നടത്തിപ്പുകാർ. TCV ന്യൂസ്, ഗുരുവായൂർ. മുള്ളൂർക്കര വാഴക്കോട് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മുള്ളൂർക്കര വാഴക്കോട് വളവ് പ്രദേശത്തെ ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനക്കൂട്ടം സമീപത്തെ വീട്ടുപറമ്പുകളിലെ നിരവധി വാഴകളും തെങ്ങുകളും നശിപ്പിച്ചു. ആനകളുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. തുടർന്ന് ബഹളം വെച്ച് ആനകളെ തുരത്തുകയായിരുന്നു. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായാണ് KK രാജുവിന് മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ലഭിച്ചത്. ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും വിമുക്തി കോർഡിനേറ്ററുമാണ് KK രാജു. കോവിഡ് കാലത്ത് സാനിറ്റൈസർ ക്ഷാമം രൂക്ഷമായപ്പോൾ ജില്ലയിൽ പോലീസ് എക്സൈസ് വകുപ്പുകൾ പിടികൂടിയ 4000 ലിറ്റർ സ്പിരിറ്റ് സാനിറ്റൈസറാക്കി സർക്കാർ ആശുപത്രികൾക്ക് നൽകി കളക്ടറുടെ പ്രത്യേക അനുമോദനം നേടിയ ആളാണ് രാജു. 2021 എക്സൈസ് വകുപ്പിലെ ഉയർന്ന ബഹുമതിയായ ബാഡ്ജ് ഓഫ് എക്സലൻസ് അംഗീകാരവും രാജുവിന് ലഭിച്ചിരുന്നു. 2018 ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ 9 ലക്ഷം രൂപ മുടക്കി വിമുക്തി വാർഡ് വിപുലീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് KK രാജുവായിരുന്നു. സ്കൂൾ, കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിമുക്തി ക്ലബ്ബ് രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള രാജു 1000-ൽ പരം ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചിട്ടുണ്ട്. ജില്ലയിലെ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് സ്വയം തൊഴിൽ പരിശീലനം, ലഹരി പ്രതിരോധം, കായിക ഉപകരണ കിറ്റുകളുടെ വിതരണം, കൗൺസിലിംഗ് എന്നിവയും നടത്തിവരുന്നു. ചിറ്റിശ്ശേരിയിലെ ലഹരി വിമുക്ത കൗൺസിലിംഗ് സെന്റർ ഉപദേശക സമിതി അംഗമായും കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു വരികയാണ്. TCV പുതുക്കാട്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് തൃശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് SP സുധീരൻ അർഹനായി. സൗമ്യ കൊലക്കേസിലെ അന്വേഷണ മികവിന് മുഖ്യമന്ത്രിയുടെ മെറിറ്റോറിയൽ സർവീസ് എൻട്രിയും 60-ൽ പരം ഗുഡ് സർവീസ് എൻട്രികളും ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഹ്യൂമൻ ട്രാഫിക് കോഴ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഫ്രാൻസിൽ ട്രെയിനിംഗ് നടത്തിയിട്ടുണ്ട്. ഇടവേള. ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലമെന്റ്സ് നേച്ചുറൽ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക,
നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. ഫിറ്റ്നസ് ഇല്ലാത്തതിനെ തുടർന്ന് പൂട്ടിയ ആലത്തൂർ സെയിന്റ് ആന്റണീസ് LP സ്കൂൾ ചക്കാംപറമ്പ് DPM UP സ്കൂളിന്റെ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റുന്നതിന് സർക്കാർ ഉത്തരവായി. സെപ്റ്റംബർ 1 മുതൽ പ്രവർത്തിക്കാനാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ പ്രവർത്തനത്തിന് കാലാവധി നിശ്ചയിച്ചിട്ടില്ല. സ്കൂൾ മാറ്റം സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കണമെന്ന് കോടതി ഉത്തരവ് നൽകിയിരുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ ഇല്ലാതാക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് ഇരു സ്കൂൾ മാനേജ്മെന്റുകൾക്കും ഉറപ്പു നൽകിയിരുന്നു. ദേശീയപാത പുതുക്കാട് കുറുമാലി പാലത്തിന്റെ കൈവരിയോട് ചേർന്നുള്ള നടപ്പാതയിൽ ഇടിച്ച് ചരക്ക് ലോറി മറിഞ്ഞു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. അപകടത്തെ തുടർന്ന് ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനങ്ങൾ എതിർദിശയിലൂടെയുള്ള പാതയിലൂടെ ഒറ്റവരിയായാണ് കടത്തിവിട്ടത്. ചരക്ക് നീക്കം ചെയ്ത ശേഷം ക്രെയിൻ എത്തിയാണ് ലോറി മാറ്റിയത്. നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ചാലക്കുടി. 5 മരണം, നിരവധി വീടുകളുടെ തകർച്ച, കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന്റെ ഇരുണ്ട ദിനങ്ങളുടെ ഓർമ്മകൾ പങ്കിടുകയാണ് നാടും നഗരവും. ചാലക്കുടി പുഴയുടെ ഉത്ഭവ കേന്ദ്രങ്ങളായ എല്ലാ ഡാമുകളും നിറഞ്ഞു കവിഞ്ഞു. വനാന്തരത്തിലെ തമിഴ്നാട്ടിൽപ്പെട്ട ഡാമുകളുടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല. ഇതിനു പുറമെ 30ഓളം ഉരുൾപൊട്ടലുകളും നാടിന്റെ ഹൃദയം തകർത്തു. ചാലക്കുടിയുടെ 75% പ്രദേശവും പ്രളയം വിഴുങ്ങി. 2018 ഓഗസ്റ്റ് 15 രാവിലെ മുതലായിരുന്നു പ്രകൃതി കലിതുള്ളിയത്. തോരാമഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞു. പിറ്റേ ദിവസവും പേമാരി പെയ്തിറങ്ങി. മുക്കിലും മൂലയിലും തട്ടിക്കൂട്ടിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മലവെള്ളം ഇരച്ചെത്തി. രക്ഷാദൌത്യവുമായി മത്സ്യത്തൊഴിലാളികളും നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും രംഗത്തിറങ്ങി. ഓഗസ്റ്റ് 18 പുലർച്ചെ വരെ ദുരിതപ്പെയ്ത്ത് തുടർന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ശ്മശാനങ്ങൾ തകർന്നതിനാൽ മാസങ്ങളോളം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ടായി. ഈ സ്വാതന്ത്ര്യദിനത്തിലാണ് 2018 വെള്ളത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം നടന്ന വലിയൊരു പാടാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഇപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റാത്തൊരു ഭീകരതയാണ് ഉണ്ടായത്. ഒന്നും കാണാൻ പറ്റാത്തൊരു തെങ്ങൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ 2ാം നിലയ്ക്ക് മുങ്ങി അത്രയധികം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. വലിയൊരു പാടമുണ്ടത്. ഇത് ഇവിടുന്ന് പൂങ്കുടിപ്പാടം അവിടെ നിന്ന് തിരിഞ്ഞു പോകും, ഇവിടുന്ന് ചൗക്ക അങ്ങനെ ഭാഗത്തേക്ക് വേറെ പാടം പോകും. ഇത് നടന്നാൽ തന്നെ നമുക്ക് എത്തിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അത്രയധികം വെള്ളം വന്ന് സ്റ്റോർ ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടാണ് വെള്ളം മുങ്ങുക. അങ്ങനെ വെള്ളം മുങ്ങണമെങ്കിൽ എത്രമാത്രം വെള്ളമാണ് നമ്മുടെ അന്ന് ചാലക്കുടിക്ക് വന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 2019 പ്രളയ സമാനമായ അനുഭവമുണ്ടായി. പിന്നീട് ഒരു ഉൾക്കിടിലത്തോടെയാണ് ഓഗസ്റ്റ് മാസത്തെ ജനങ്ങൾ കണ്ടുവന്നത്. ഇക്കുറി കാലവർഷം ദുർബലമാണ്. എങ്കിലും കാറും കോളും നിറഞ്ഞ മനസ്സോടെയല്ലാതെ പിന്നിടുന്ന ദിനങ്ങളെ ചാലക്കുടിയിലെ ജനങ്ങൾക്ക് കാണാനാകില്ല. TCV ന്യൂസ്, ചാലക്കുടി. ഒല്ലൂക്കര വിക്ടറി ITIയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ ദേശീയ പതാക ഉയർത്തി. പ്രിൻസിപ്പാൾ PV ചിത്രഗംഗാധരൻ, ഷൈനി ഗണേഷ്, എടപ്പാൾ വിക്ടറി ITI പ്രിൻസിപ്പാൾ ഹരിത പ്രശാന്ത്, വൈസ് പ്രിൻസിപ്പാൾ A സജീവൻ, അഡ്മിനിസ്ട്രേറ്റർ KG സുന്ദർരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി ഒല്ലൂക്കര മുതൽ മണ്ണുത്തി സെന്റർ വരെ ലഹരി വിരുദ്ധ ബൈക്ക് റാലി നടത്തി. ബൈക്ക് റാലിയിൽ 50ഓളം ബൈക്കുകൾ പങ്കെടുത്തു. ചേറ്റുപുഴ കർഷക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് PS രാജീവ് പതാക ഉയർത്തി. സെക്രട്ടറി ES ബാബുരാജ്, കമ്മിറ്റി അംഗങ്ങളായ ജെയിംസ്, രാധാകൃഷ്ണൻ, ശാന്തകുമാരി, ബിന്ദു, യശോദ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് മസ്ജിദ് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ നാസർ പതിപ്പറമ്പത്ത്, സെക്രട്ടറി KK അബ്ദുൽ സലാം എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് തൗഫീഖ് സഖാഫി കരേക്കാട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഷഫീർ ഫാളിലി, VP യൂസഫ് മുസ്ലിയാർ, PH സയ്യിദ് മുഹമ്മദ് ഷബീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാനാധ്യാപിക കെ.പി. ബിനു പതാക ഉയർത്തി. സീനിയർ സ്റ്റാഫ് അംഗങ്ങളായ ജീൻ മൂക്കൻ, പി.ടി. ഷേബ, മിനി ഡേവിഡ്, സ്റ്റാഫ് സെക്രട്ടറി ജിൻഡോ പോളി തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ പ്രചാരണത്തിനായി 53ാം ജന്മദിനത്തിൽ 53 കിലോമീറ്റർ ഓടി മാള പള്ളിപ്പുറം സ്വദേശി റോബിൻ ജേക്കബ്. ചക്കാലയ്ക്കൽ വീട്ടിൽ റോബിൻ ജേക്കബ് സെക്രട്ടേറിയറ്റിൽ ധനകാര്യ വകുപ്പിലെ ജീവനക്കാരൻ കൂടിയാണ്. മാള പള്ളിപ്പുറം സെയിന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നും പുതുക്കാട് സെയിന്റ് ആന്റണീസ് പള്ളി വരെയുള്ള 26.5 കിലോമീറ്റർ ദൂരം പോയ ശേഷം തിരിച്ചെത്തിയാണ് 53 കിലോമീറ്ററിൽ അവസാനിപ്പിച്ചത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ എം മഹേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റഷീദിനെ ചടങ്ങിൽ അനുമോദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ABVP തൃശൂരിൽ തിരങ്ക റാലി സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ അശ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി TJ അതുൽ അധ്യക്ഷത വഹിച്ചു. PU മാന്യ, തുഷാര തുടങ്ങിയവർ സംസാരിച്ചു. അഡാട്ട് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണക്കിറ്റ് വിതരണത്തിന് തുടക്കമായി. മുതുവറ സൊസൈറ്റിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. കൊച്ചിദേവസി KA അനിൽകുമാർ എന്നിവർ കിറ്റുകൾ ഏറ്റുവാങ്ങി. അഡാട്ട് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് VO ചുമാർ അധ്യക്ഷത വഹിച്ചു. സഹകാരികൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഇല്ലംനിറ, തൃപ്പുത്തരി എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 1008 നാളികേരം കൊണ്ട് മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടക്കും. ഇല്ലംനിറ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശേഷാൽ നിവേദ്യമായ തൃപ്പുത്തിരി പായസവും ഉണ്ടായിരിക്കും. ചെമ്മന്തിട്ട പാടശേഖരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കതിർക്കറ്റകൾ ആണ് ചടങ്ങിന് ഉപയോഗിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി എന്നിവർ അറിയിച്ചു. പഴയന്നൂരിൽ വഴിയാത്രക്കാരന് ബൈക്കിടിച്ച് പരിക്കേറ്റു. ബാംഗ്ലൂർ സ്വദേശിയായ രാജേന്ദ്രനാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോയി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കേരള ബ്രാഹ്മണ സഭ പഴയന്നൂർ ഉപസഭയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടത്തി. ആനയൂട്ടിൽ കൊമ്പൻ ശങ്കരത്തുപറമ്പിൽ വിനായകൻ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ.
നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. വേളൂക്കര പഞ്ചായത്ത് ഗ്രൗണ്ട് കാടുകയറി നശിക്കുന്നതിനെതിരെ യുവാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ യോഗം അസീബ് പട്ടേപ്പാടം ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് മനോഹരൻ, സുരാജ്, വിവേക് എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച ചർച്ച നടത്താമെന്ന് വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സമരം അവസാനിപ്പിച്ചത്. ദേശമംഗലം പഞ്ചായത്തിൽ കെ രാധാകൃഷ്ണൻ MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്വിച്ച് ഓൺ ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗങ്ങളായ MV കൃഷ്ണകുമാർ, MG സരിത എന്നിവർ പങ്കെടുത്തു. യുവാവിനെ വീടിനുള്ളിലെ അടുക്കളയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ വീട്ടിൽ 41 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വാടാനപ്പള്ളി കർഷക സഹകരണ സംഘം അനുമോദിച്ചു. സംഘം സ്ഥാപക പ്രസിഡന്റ് CI സെബാസ്റ്റ്യൻ അവാർഡുകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് KR ശശിധരൻ അധ്യക്ഷത വഹിച്ചു. KK വാസു, ആനന്ദൻ ആന്തുപറമ്പിൽ, IR നിധിൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണച്ചന്ത ആരംഭിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KA ജിതിൻ വട്ടേമ്പാടം, ബ്രാഞ്ച് മാനേജർ താര എന്നിവർ സംസാരിച്ചു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും നടത്തി. ക്ഷേത്രം തന്ത്രി ചെറുകുന്നത്ത് മന വിഷ്ണുനാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകി. ദേവസ്വം ഓഫീസർ PC വിഷ്ണു, ഉപദേശക സമിതി പ്രസിഡന്റ് വിപിനകുമാർ മാരാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് നന്ദൻ മുഖ്യ കാർമ്മികനായി. മേൽശാന്തി നാരായണ ശർമ്മ, പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആളൂർ വെള്ളാംചിറ ആണിക്കുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും രാമായണ മാസാചരണ സമാപനവും നടന്നു. മേൽശാന്തി രാജേഷ് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഹരിലാൽ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ദേവസ്വം സെക്രട്ടറി രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയ്ക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് CPM ലോക്സഭാ പാർലമെന്ററി പാർട്ടി ലീഡർ K രാധാകൃഷ്ണൻ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചു. മഹുവ മൊയ്ത്രയ്ക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ അന്വേഷണം നടത്തുന്നതിന് വിഷയം പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടണമെന്നും K രാധാകൃഷ്ണൻ MP ആവശ്യപ്പെട്ടു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ചടങ്ങുകൾക്ക് ചെറുപാലത്ത് മഹീന്ദ്രൻ നമ്പൂതിരി, കാരന്തറമഠം ബലരാമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പുല്ലഴി മൈത്രി ആർട്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് ഷാജു കുണ്ടോളി ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി K നാണു, K മധു ജോസഫ്, KJ ശങ്കരനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം കുന്നംകുളം യൂണിയൻ ശ്രീനാരായണ ധർമ്മ വിചാര യജ്ഞം ആചരിച്ചു. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KM സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പ്രീതി നടേശൻ, PK മോഹനൻ, KR രജിൽ, PS പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഏനമാക്കൽ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ ദർശന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺസൺ ചാലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, ഡീക്കൻ പ്രിൻസ് ആറുകാക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്നു. തളിക്കുളം CMS UP സ്കൂളിലെ രക്ഷാകർതൃ സംഗമവും ഡോക്ടർ KS കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് IR രഞ്ജിത്ത് അധ്യക്ഷനായി. വാർഡ് മെമ്പർ സുമന ജോഷി, ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ്, പ്രധാന അധ്യാപകൻ ബിനോയ് പോൾ, ജിയോ വർഗീസ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ സെയിന്റ് തോമസ് LP സ്കൂളിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ ഫ്ലെമിയ തെരേസ് ദേശീയ പതാക ഉയർത്തി.
സ്കൂൾ PTA പ്രസിഡന്റ് രതീഷ് ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് മിനു വിജോ, അധ്യാപകരായ സിസ്റ്റർ ഐശ്വര്യ, CJ ലിജി എന്നിവർ നേതൃത്വം നൽകി. തിരുവല്ലുവാമല പഞ്ചായത്ത് അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തിരുവല്ലുവാമല കൊച്ചുപറക്കോട്ടുകാവ് റെസിഡൻസ് കോളനിയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ കാടുപിടിച്ചു കിടന്ന പറമ്പിലാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. സ്നേക്ക് റെസ്ക്യൂവർ KK രമേശ് സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി. വാണിജ്യം. തൃശൂർ പേരാമംഗലത്ത് പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോം ഫർണിച്ചർ ഷോറൂമിൽ മെഗാ ഓണം ഡിസ്കൗണ്ട് സെയിൽ തുടരുന്നു. തൃശൂർ കുന്നംകുളം പേരാമംഗലം സെൻട്രൽ ജോയ്സ് റെസിഡൻസി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോമിലാണ് ഉപഭോക്താക്കൾക്കായി മെഗാ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓണം ഡിസ്കൗണ്ട് സെയിൽ ഒരുക്കിയിരിക്കുന്നത്. ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ തൃശൂർ ജനതയുടെ വിശ്വസ്തതയാർജിച്ച സ്ഥാപനമാണ് പെർഫെക്റ്റ് ഹോം ഫർണിഷിംഗ് ആൻഡ് ബ്ലൈൻഡ്സ്. ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ എല്ലാത്തരം ഫർണിച്ചർ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. തേക്ക്, അക്കേഷ്യ, മഹാഗണി, റബ്ബർ വുഡ് തുടങ്ങിയ മരങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ചെയ്തിട്ടുള്ള വിവിധയിനം ഫർണിച്ചറുകളുടെ വമ്പിച്ച ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ എന്നിവയും സ്റ്റീൽ അലമാരകൾ, ബെഡുകൾ, ഫൈബർ ചെയർ, ഓഫീസ് ചെയറുകൾ, ഓഫീസ് ടേബിളുകൾ, റബ്ബർ മാറ്റുകൾ, ഫ്ലോർ മാറ്റുകൾ, ഫ്ലവർ വെയ്സുകൾ, ഫോട്ടോസ് എന്നിവയുടെ ആകർഷകമായ കളക്ഷനുകളും പെർഫെക്റ്റ് ഹോമിന്റെ വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബെഡുകൾക്ക് 5% മുതൽ 50% വരെ ഡിസ്കൗണ്ടും 15,000 രൂപ മുതൽ സെറ്റുകളും ലഭ്യമാണ്. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കും. കൂടാതെ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ സ്വന്തം പ്രോഡക്റ്റായ PVC കർട്ടനും സീബ്ര കർട്ടനും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9846415590 8590664049 8606139616. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടന്ന വേദിക്ക് സമാന്തരമായി ദേശീയ പതാക ഉയർത്തി BJP-യുടെ നടപടി സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രതയെ അപമാനിക്കുകയെന്നതാണെന്ന് മന്ത്രി OJ ജനീഷ്. വെല്ലുവിളിയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സ്കൂളുകളിലെ ഓണാഘോഷ ദിവസമായ 21-ന് നടത്താനിരുന്ന 8ാം ക്ലാസ് പരീക്ഷ മാറ്റി. പരീക്ഷ ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 1-ന് നടത്തും.
ഇരിഞ്ഞാലക്കുട ITU ബാങ്ക് നിക്ഷേപക കൂട്ടായ്മ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മാധ്യമപ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. ലക്ഷങ്ങളുടെ കടബാധ്യതയെന്ന് നടത്തിപ്പുകാർ. നഷ്ടം സഹിച്ച് ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കാനാവില്ലെന്ന് നഗരസഭയെ അറിയിച്ചു. മുള്ളൂർക്കര വാഴക്കോട് വീണ്ടും കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.